ആലപ്പുഴയിൽ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പാടങ്ങളിൽ കൃഷിക്ക് വേണ്ടി വെള്ളം നിറച്ചിട്ടതാണ് കാരണം. പുറക്കാട്, ചമ്പക്കുളം, ചതുർത്ഥ്യാകരി എന്നിവിടങ്ങളിലാണ് വീടുകളിൽ വെള്ളം കയറിയത്. രണ്ട് ദിവസമായി ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായി മഴ പെയ്യുന്നുണ്ട്. കായംകുളം, ഹരിപ്പാട് മേഖലകളിലും ചേർത്തല പ്രദേശത്തുമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. മഴയിൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നേരിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. പുന്നപ്ര, വിയാനി കടപ്പുറത്ത് കടൽക്ഷോഭത്തിൽ നിരവധി മരങ്ങൾ കടപുഴകി. നിലവിൽ വെള്ളപ്പൊക്ക ഭീഷണിയില്ലെങ്കിലും പാടങ്ങളിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന മൂലം പല വീടുകളിലും വെള്ളക്കെട്ടുണ്ട്. പുറക്കാട്, അപ്പാത്തിക്കിരി പാടശേഖര സമീപമുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി. അനാസ്ഥ മൂലം വീടുകളെല്ലാം മുങ്ങിടക്കും. അവർ തൂമ്പടയ്ക്കത്തില്ല. മഴ വെച്ച് കഴിഞ്ഞാൽ തൂമ്പടയ്ക്കാതെ വന്ന് മോട്ടർ, പാടശേഖരത്തിൽ 2 മോട്ടറുണ്ട്. ഈ 2 മോട്ടർ അവർ വർക്ക് ചെയ്യത്തില്ല. പണ്ടുപോലുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നവന്മാർ. 2 മോട്ടർ പാടശേഖരം വെള്ളം കൂടുമ്പം ആ വെള്ളം അടിച്ച് കളയണമെന്നൊരു നിബന്ധനയുള്ളതാണ്. വരമ്പ് വെച്ച കയറ്റാളെന്ന് പറഞ്ഞാൽ അവരെ കേൾക്കത്തില്ല. അവർ വരമ്പ് മട വെച്ച് കഴിഞ്ഞ് മീൻപിടുത്തക്കാർക്ക് അവർക്കും വേണ്ടി തൂമ്പ് പറഞ്ഞിട്ടില്ല, ഇതുവരെ അടച്ചിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ വെള്ളമായി കിടക്കുക. പുളിങ്കുന്ന്, ചമ്പക്കുളം, ചതുർത്ഥ്യാകരി പ്രദേശങ്ങളിലും പാടങ്ങളിൽ വെള്ളം നിറഞ്ഞ മൂലം വീടുകൾ വെള്ളം കയറി. ഈ 2 മഴ കാറ്റായിട്ട് പെയ്യുമ്പോഴത്തേക്ക് പരിക്കാത്ത ഇവിടെ വയ്ക്കുന്ന എല്ലാവരും പരിക്കാത്ത കയറുന്നുള്ള ആ പറമ്പിലൊക്കെയാണ് ഇപ്പം മുട്ടറ്റം വെള്ളമുണ്ട്. ഈ റോഡിൻ്റെ വെള്ളം എപ്പോഴും മഴ എത്ര നാളുണ്ടോ അത്ര നാളും ഈ വെള്ളമുണ്ട്. ഇനി മോട്ടർ നടത്താതെ ഈ വെള്ളം ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. ഇനി പാടം നടത്തുന്ന സമയത്ത് മോട്ടർ വെക്കത്തുള്ളൂ. മഴ ശക്തമായതോടെ ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.